ഒരു 21 വയസ്സുകാരൻ്റെ കഥകൾ എന്തൊക്കെയായിരിക്കും? ഇത്രയും കാലം ഭൂമിയിലുണ്ടായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് നോക്കാം. ലിറ്ററലി അങ്ങനെ ഒന്നുമില്ല കാര്യമായി. നമ്മുടെ പ്രായക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ അതിലേക്കൊന്നും ഒന്നിനും എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാവും. ഒരു സ്റ്റക്കായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, അതിപ്പോൾ എന്തെങ്കിലും കാരണത്താൽ നടന്നില്ല എന്ന് വിചാരിച്ചു. നമ്മൾ സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ട്. കീപ്പ് ഓൺ ട്രൈങ്, അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, ഞാൻ അബ്രോഡ് പോകാൻ വേണ്ടി കുറേ സ്വപ്നം കണ്ട് 3-4 കൊല്ലം ഇതിൻ്റെ പുറകെ തന്നെ നടന്ന് ലാസ്റ്റ് സൈപ്രസിലെത്തി. ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കുറേ കഷ്ടപ്പാടും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ചെറിയൊരു ബ്രേക്ക് കിട്ടി. അപ്പം ഞാൻ നമ്മ ലഞ്ച് കഴിക്കാൻ പോകാം. ലഞ്ച് എന്താ ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇതാണ് നമ്മ ലഞ്ച്. ക്രൊസാണ്ട് എന്ന് പറയും, ക്രൊസാണ്ട്. പക്ഷേ ഇതിൻ്റെ പേര് ഇതിൽ വേറെന്തോ കേട്ടോ, മുട്ട് വരെ ഉണ്ട് ഈ സാധനം. ഇതാണ് സാധനം. ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, പുഴു പോലെയൊക്കെ ഉണ്ട് അല്ലേ. ഇതാണ് നമ്മുടെ ലഞ്ച്. ഇത് കഴിച്ച് അടുത്ത ക്ലാസ് ഞങ്ങൾ കയറും. ഇതാണ് നമ്മുടെ പ്രസ്റ്റീജിയസ് യുക്ലാൻ യൂണിവേഴ്സിറ്റി. ഇങ്ങോട്ട് കയറുവാണേ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഫിറ്റ്. ഓക്കെ, അണ്ടാരടങ്ങ ഇവിടെ മൊത്തം വെള്ളമാണല്ലോ ഗായ്സ്. സ്ഥിരം ഇരിക്കുന്ന സ്ഥലമായിരുന്നു. കുഴപ്പമില്ല, അങ്ങോട്ട് പോവാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇരിക്കാൻ വന്നിടത്ത് അപ്പം തന്നെ യൂണിവേഴ്സിറ്റിക്കാർ പൈപ്പ് ഓണാക്കി. ഇതിനൊക്കെയാണ് പറയുക. യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അറ്റ്ലീസ്റ്റ് കോഴ്സെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ചുമ്മാ അലമ്പി നടക്കാണ്ട് കറക്റ്റ് ടൈമിന് ക്ലാസ്സിനൊക്കെ പോവുക. ഓക്കെ, പോവാ. 2 കിളികൾ വന്ന് കുളിക്കുന്നതൊക്കെ എന്താ രസം. അപ്പം ലൈഫിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് നേരിടേണ്ടി വരും. സോ ബി റെഡി. വലിയ കാര്യത്തിൽ ജോലിയൊക്കെ തപ്പി വന്നു ഒന്നുമില്ല.